അതന്നെ എന്തോടത് ആ പുകയും കൂടെ വന്നേക്കുന്നത്. അതാ ഞാൻ നോക്കുന്നത്. വീട്ടിന്റെ അകത്ത് കയറണ്ട, അഥവാ വീട് പൊളിക്കുന്ന വല്ല സാധനമാണെങ്കിലോ. ഒന്ന് കണ്ണും കണ്ടുകൂടെ, ഇതെന്തു സാധനം എന്തുവാ? വന്നാ എടാ ഇത് എടാ എന്റെ അമ്മച്ചിയടാ. എടാ ഇതിന്റെ കൊല്ലാൻ പാടില്ല. കൊല്ലാൻ പറ്റൂല. ഇല്ല, ഓടിക്കോ, ഓടനാ പറയുന്നേ. ഇല്ലടാ, അതിനെ കൊല്ലാൻ പറ്റൂടാ. ആക്ച്വലി ഇത് എന്നെ പുറകെടാ, ഒന്ന് സഹായിക്കടാ. ഞാൻ വരുന്നു. അതിനെ കൊല്ലാൻ പറ്റൂല, ഉറപ്പാ എനിക്ക്. ആക്ച്വലി അവിടെ കാണിച്ചാ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LK ഗെയിമർ വീഡിയോ ആയിട്ട്. ഞാനിപ്പോൾ ഇതിന് ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഓഫാക്കി വെച്ചേക്കോ, കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് വെച്ചിട്ട്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മോഡ് ഏതെന്ന് വെച്ചാൽ ഡ്വീലർ എന്ന് പറയുന്ന ഹൊററിൻ്റെ മോഡാണ്. സംഭവം എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയത്. ഞാൻ ഈ ആദ്യത്തെ ദിവസം എടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലേറ്റ് ആയിപ്പോയി ബൈ ചാൻസ്. അപ്പോൾ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് അത് റിക്കവർ നടക്കുന്നില്ല. ആദ്യത്തെ ദിവസമായിരുന്നു, കുറേ ഫണ്ണായിട്ടുള്ള സീനുണ്ടായിരുന്നു ഹൊററൊക്കെ വന്നിട്ട്. പിന്നെ ഹൊററൊന്നും വലിയ സീനില്ല നമുക്ക് കാണുമ്പോൾ. അതെനിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ അത് ഡിലേറ്റ് ആയിപ്പോയി ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ഒരു പണിയിട്ട് അപ്പം രണ്ടാമത്തെ ദിവസം മൂലമായിരിക്കും ഈ വീഡിയോ സ്റ്റാർട്ടാവുന്നത്. അപ്പം വെരി വെരി സോറി. സോംബീസ് ഒക്കെ നിന്ന് കത്തുന്നത് കാണാൻ എന്ത് നല്ല രസം. രസമല്ല, സാമ്പാർ. അമ്മേ കിട്ടിയില്ല സാമ്പാർ. ഇതൊരു ഒറ്റ കുഴി കുഴിച്ചപ്പോൾ ഞാൻ ഭൂമിക്കടിയിലെത്തിയേ. ഭൂമിക്കടിയിൽ എത്തിയ എന്താ ഡയമണ്ട് കിട്ടി. ഇതെങ്ങാണ്ട പുതിയ ഭയമാടാ. അപ്പം ഹലോ ഗൈസ്, ഞാൻ ഒരു മോഡ് കയറ്റിയിട്ടുണ്ട്, എട്ടേണൽ കേവ് എന്നും പറഞ്ഞിട്ട്. അതാണ് നിങ്ങളീ കാണുന്നത്. അതിലൊരു പുതിയ ഭയമാണിത്. ഏത് ഭയം എന്തെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പേര് വന്നിക്കില്ല. എന്തുകൊണ്ടാ പേര് വരാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഡയമണ്ട് എന്തായാലും തപ്പട്ട. ഞാൻ അവിടെ വമ്പിച്ച ഫൈറ്റില്ല. അമ്മേ ഇതെന്ത് സാധനോ? നിന്റെ ഹൊററിലെ അല്ല എന്തായാലും. കാരണം എന്താന്ന് വെച്ചാൽ കേവിൻ്റെ ഇതിൽ ഞാൻ കണ്ടായിരുന്നു ബുക്കിൽ ഈ സാധനത്തെ. കേവേടാണല്ലോ എന്തായാലും. ഒരു സംഭവം വന്നു മോനെ. സർവൈവൽ അവിടെ നിൽക്കണ്ട മോനെ, ഓടിക്കോ. അമ്മേ എന്തുവാടാ വീഡിയോ കാണിയാ? എന്തുവാടാ വീഡിയോ കട്ടാക്കിയില്ല ഞാനതിന്. ഈ സാധനം എന്ത് സാധനോ? എവിടെ തുറക്ക് പറ്റുന്നു? എന്റെ അമ്മച്ചേ, എവിടെയാണ് കിട്ടിയെടുത്തിയാണ് ഈ സാധനം? അതെനിക്ക് അറിഞ്ഞൂടാ. മണ്ണിന്റെ ദേവനാ? ആർക്കറിയാം എന്തിന്റെ ദേവന കോമ്പനാന്ന്. നല്ല പാടാനുള്ള ഈ സാധനം. ആടാ അമ്പോ, കൊല്ലാൻ പറ്റുന്നില്ല കേട്ടോ. ഇവന്റെ കൂടെ കാക്കകളു. കാക്കയും കൊണ്ട് കളിച്ച് ഇവൻ എന്തൊക്കെയാ പിച്ചും പേയൊക്കെ പറയുന്നുണ്ടല്ലോ. ഭ്രാന്തായി പോയതാടാ. ഒരു സ്ഥലത്ത് നിക്കട, എന്നാലേ അടിക്കാൻ പറ്റൂ. ഞാൻ ഡയമണ്ടിന്റെ പിക്ക് ഉണ്ടാക്കിട്ട് വരുന്നു.
എന്താ വീടിന്റെ അകത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഇറങ്ങി. പോയി സാധനം പോയി. ബ്ലഡ് മൂൺ ആയതാ. എന്താ ഇവരൊക്കെ എന്ത് ശക്തിയാടാ. അവൻ ചത്തിട്ട് എന്താ വന്നേ? കത്തിക്കല്ല, അവൻ്റെ സിപ്പർ ചെയ്യപ്പോ 2 ഡയമണ്ട് ഉണ്ടാടാ. 2 ഡയമണ്ട് ഉണ്ടാ. 2 ഡയമണ്ട് ഒക്കെ ഉണ്ട്. എന്നാത്താ ഒരു കത്തി ഉണ്ടാക്കണം. ഈ ചിക്കൻ ജോക്കിനെ കൊണ്ട് ജീവിക്കാൻ വയ്യല്ലോ. ഇതെന്തുവാടാ? എടാ ഒരു 2 ഡയമണ്ട്. നിനക്ക് കത്തി ഉണ്ടാക്കാനല്ലേ? എന്നാ കത്തി ഇവിടെ അകത്ത ഇട്ടേക്ക്. വന്നെടുത്തോ. എവിടെ പുറകെ ഇട്ടേക്കണേ. പിക്കറ്റ്സ് നീ നോക്കിക്കോളുമല്ലോ. ഇതെന്ത് ജീവി? വീഡിയോ സ്റ്റാർട്ടാക്കി. ഇത് ഏതാ സ്ഥലം? സ്കോർപിയോ വേസ്റ്റ് അല്ലേ? എന്ത് സ്കോർപിയോ വേസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഫുള്ള് തീയായിരിക്കും കേട്ടോ, സൂക്ഷിച്ചു. എന്റെ മറ്റേ പറഞ്ഞ ഇപ്പഴാവേ ചടിയാനെടുത്തു. എടാ ഞാൻ ഏതൊക്കെ ഒരു വീഡിയോയില് കണ്ടിരിക്കാം, എന്തൊക്കെ പിശാചാണ് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ, ജസ്റ്റ് വീഡിയോയിൽ ഉണ്ടോ മാത്രമേ ഉള്ളൂ. എടാ വിതർ സ്കെൽട്ടൻടാ. അതിനൊക്കെ നമ്മൾ എത്ര എന്റെ അമ്മച്ചേ എന്റെ അമ്മോ, ഇത് സാധനോ എന്തോടാ? ആ പറയാണ്ട് തട്ടിക്ക നോക്കണ്ട, ഒന്നും നോക്കണ്ട, തട്ടിക്ക. കൊല്ലാനും പറ്റുന്നില്ല. ഞാൻ ഇവിടെ ബെഡ് വെക്കുന്നുണ്ട്. ഇത് വൈബ്രേനിയോ പൊട്ടിക്കാൻ പറ്റുമോ? നിക്ക്. ഓ എടാ ഇതിൽ നിന്നാണ് സ്പോണാകുന്നത്. ഇതിന്റെ ഏതോ ഒരു സ്പോണർ ഉണ്ടോ ഇവിടെ. ഞാൻ വെട്ടൊന്ന് മാറ്റും, എന്റെ കണ്ണിലടിക്കുന്നു. മറ്റൊരു എത്തി പിടിക്കണ കയ്യില്. ഇവിടെ എടാ ഓ ചെറിയ സാധനങ്ങളുണ്ട്, സൂക്ഷിക്കുക കേട്ടോ. ചെറിയ സാധനം കടിക്കൂ. എന്നെ ഓൾറെഡി കടിച്ച്. ബെഡെ തൊട്ടിക്കില്ല. അവിടെ ഡയമണ്ട് ഉണ്ട്. എവിടെ? മുകളിലോ ഇവിടെയും താഴെ. ഓക്കെ ഓക്കെ. താഴെയുണ്ട്, 2 സ്ഥലത്തുണ്ട് ഡയമണ്ട്. നമുക്ക് പെട്ടെന്ന് ഡയമണ്ട് കളത്തിയിട്ട് എങ്ങനെങ്കിലും ഈ മോഡൊക്കെ തീർക്കണം. ഓ ഇതെന്താ കുഞ്ഞിച്ചെന്തിയാ? ആടാ ഐ ഡോണ്ട് ലൈക്ക് ദിസ് മോഡ്. ഓ ഇവിടത്തെ ഡയമണ്ട് എടുത്തില്ലേ? അവിടെ ഇപ്പൊ പിന്നെയും കുറച്ച് ഡയമണ്ട്സ്. ഓ ഇതാക്കാം. ഇതെന്താ ചെറിയ മീനാ? ഇവിടെ നല്ല ഡയമണ്ട് ഉണ്ടല്ലോടാ. ഡയമണ്ട് ഏരിയ. നിന്റെ അടുത്തേക്ക് ഒരു സാധനം വരുന്നു. ഇതേ കുഞ്ഞ് മീൻകുട്ടിയാളെ ഇവര്? അല്ലടാ, എന്ന് ചെറിയ ചെലന്തി എന്നൊക്കെ പറയാ അതിന്. ഇവനെ കൊല്ലുമ്പോ എന്തോ കിട്ടുന്നുണ്ടല്ലോ. എന്തോ അതെനക്കും അറിഞ്ഞൂടെ. ഇത് നല്ലോണം ഡയമണ്ട് കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ അത്ര അടിയിലാടാ ഉള്ളേ. എത്രയാ? നേരെയൊക്കെ കൊന്ന സഹായി ഇവിടെ ചാവന്നു. ഓ ബഡി സ്കെൽട്ടൻ, തന്ത സ്കെൽട്ടൻ, തന്ത. ഓ ഞാൻ ചത്തട പന്നപ്പട്ടി.
ഒന്ന് സഹായിക്കുക മോനെ വന്നിട്ട്. സഹായിക്കേണ്ടി അതല്ല, അതൊന്നും തട്ടി ശവക്കി. ഓ സത്യോ നിലത്തില്ലേ നിഴല് അവിടെ കണ്ടതാ നീ? ഇതെന്താടാ സോംബിന്റെ അഭിഷേക? ഞാനൊരു ഡയമണ്ട് കണ്ടിക്ക്. എടുത്തെടുത്തെടുത്ത് ഞാൻ വേറെ ഏതോ ഭയലെത്തിയേട്ടാ. പൊട്ടിച്ച് കളഞ്ഞല്ലോ വേറെ ഏതോ ഭയമോ? ലൂമിനാസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ നീ എന്നെ ഏത് കാട്ടിലാടാ? നല്ല രസമില്ലേ കാണാന്? നല്ല. അപ്പൊ ഹലോ ഗൈസ്, ഈ ഭയം ആണെന്ന് തോന്നുന്നു. എന്തോ ഈ ഭയത്തിന്റെ പേര്? മറ്റേ ബോസ്. മറ്റേ ബോസ് തന്നെ കണ്ട നമ്മള് വന്ന വഴിയാടാ. വന്ന വഴിയാ? നീ പോടാ ഇവിടെ. എനക്ക് എന്തൊക്കെയോ സാധനം കിട്ടിയേക്ക് വേറെ. ഇത് കല്ലിന്റെ പ്രത്യേകതയാന്ന് തോന്നുന്നത്. ഇത് ഏത് ടേബിൾ എവിടെ ഇരിക്കുന്നതെന്ന് നോക്ക്. നൈസായിട്ട് അങ്ങ് നോക്കിയേക്കല്ലേ ടേബിള്. അതങ്ങനെ കിട്ടൂല. മാറ് മാറ് മാറ്. ഇതെന്താ? ബൈൻഡായില്ലേ നീ? ഓടിക്കോ അമ്മച്ചിയെ. ഇത് എങ്ങോട്ട്? എവിടെ? എങ്ങോട്ട് ഓടാന്? അതെന്തോ സാധനം? എന്തുവാ? എന്തോ നേരി കാണിച്ചില്ലേ? ഞാൻ വായിച്ചില്ല. എന്തോന്ന് ഞാൻ വായിച്ചില്ല. എന്താ സ്പോണായാ? പിന്നെ ഞാൻ ചേർത്ത് എന്തൊരു സാധനം അടിച്ച് അതിനുശേഷം തോന്നി. നീ വാ വാ വാ. എൻ്റെ അടുത്ത് സ്പോണാ. തിരിച്ച് സ്പോണാവും. അല്ല നിന്റെ അടുത്ത് തന്നെയാണോ? അതെന്നാൽ എന്തായിരുന്നു സാധനോ? വെതർ സ്കെൽട്ടനൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓ അതുകൊണ്ടൊന്നും ഇതിന് ഉപകാരം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എടാ കിട്ടി കിട്ടി കിട്ടി. ലാഷ് മറ്റേ കേവ് കിട്ടി. മറ്റേ കേവ് കിട്ടി. വാ 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 വാ. ബെഡ് എടുത്തിക്കാ? ഇല്ല. നീ എന്നാ ചാവ്. ചത്തിട്ട് ആ ബെഡ് കൊണ്ട് എൻ്റെ അടുത്ത് റീസ്പോൺ ആവും. അപ്പൊ ഹലോ ഗൈസ്, നമ്മളിപ്പോ എന്താ
ഡയമണ്ട് ഒപ്പിക്കുക നമ്മളപ്പോൾ എന്ത് കേവായിരുന്നടാ? എട്ടാണുള്ള കേവല്ലേ? ഇതിൽ കുറെ കേവ് ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിച്ചങ്ങ് പോകുന്നു. എന്താടാ നീ ആ ബെഡ് എടുത്തിട്ട് വാടാ. നിന്റെ എത്ര ഇതുണ്ടോടാ ഡയമണ്ട്? എൻ്റെ അടുത്ത് 14 എണ്ണം. ബെഡ് ഇവിടെ വെക്ക് ഇങ്ങോട്ടാ എടാ. ബെഡ് എടുത്തിക്കില്ലേ മൊണ്ണച്ചാര? നിന്നെയും കൊണ്ടുണ്ടല്ലോ. നമ്മ ഇനി ചത്ത നമുക്ക് നേരെ വീട്ടിൽ പോവാ കേട്ടാ. അത് സത്യം, അതില്ല എന്ന് ആരും പറയുന്നില്ല. നിനക്ക് എത്ര ഡയമണ്ട് കിട്ടി ഇപ്പൊ ടോട്ടല്? ഒരു സ്റ്റാക്ക് ഒക്കെ കിട്ടിയോടാ? ഗൈസ് നമ്മള് ഡയമണ്ട് സ്റ്റാക്ക് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നെതറിൽ പോവാന്. നമ്മ ഇതില് വേറെ ആർമറൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇവൻ പറഞ്ഞു ഇവൻ ഇതില് വേറെ ആർമറൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇതില് ഇതില് ഞാൻ എന്തായാലും വേറെ ആർമറൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ എൻ്റെ ആർമർ ക്രാഫ്റ്റിലോ അഡ്വഞ്ചർ ക്രാഫ്റ്റിലോ വല്ല ആർമർ ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടാ. നീ നിന്റെ കയ്യിൽ കിട്ടിയ എല്ലാ ഓറും ഈ ബോക്സിൽ ഇടടാ. വിസ്പർ ഓഫ് ഫോർജ് മാസ്റ്റർ സ്ക്രോൾ. ഒരു സെക്കൻഡ്, എന്തോ ഒരു സാധനം കിട്ടിയിക്കല്ലോ. ക്ലിവർ സ്റ്റോൺ സ്പ്ലിറ്റ് ടെമ്പർ ആൻഡ് നോ അതർ ടൂൾസ്. മനുഷ്യരെ പേടിപ്പിക്കുന്ന സ്റ്റോറേജ്. എടാ നീ അവിടെ ഒന്നും വെക്കല്ലേടാ, അവിടെ ഒന്നും വെക്കണ്ട. ഇപ്പുറത്ത് വലിയ സ്റ്റോറേജ് ആകുമ്പോ എന്തിനാ ഉണ്ടാക്കിട്ടെ? എന്തോടാ ഭ്രാന്തല്ലാണ്ട് പറഞ്ഞത്. എടാ ഞാൻ ഇപ്പുറത്ത് വലിയ സ്റ്റോറേജ് ഉണ്ടാക്കിട്ടില്ല. അങ്ങോട്ടേക്ക് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളും കൊണ്ടുവരും. ഫർണിച്ചൊക്കെ വേണ്ടേ? ഫർണിച്ചൊക്കെ വേണോ? ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോ, വേറെ ഒന്നും ആവശ്യമില്ല. എന്റെ സ്പൈക്ക് മരിച്ചു. ഈ വീട് എന്തായാലും ഉപേക്ഷിച്ച് പോകുന്നില്ലല്ലോ. ഇത് എന്റെ പുതിയ വീടാ? വീടല്ല, സ്റ്റോറേജ്. അതെവിടെയാന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? തനിയെ ഫോൺ ആയിക്കൊണ്ടിരിക്കൂ. എനക്കൊന്നും അറിഞ്ഞൂടെ എടാ. ഞാൻ എന്തൊക്കെ കിട്ടിയ എല്ലാ സാധനവും ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ല ഇതിന്റെ അകത്ത് വെക്ക്. എനിക്ക് അമ്മ പറയണ്ട. ഇതൊക്കെ എന്തിനുള്ളതാ? ഇതൊക്കെ എന്തിനുള്ളതാ? എന്നോട് ചോദിക്കരുത്.
സാധാരണ കഷ്ടപ്പെടുന്ന സ്മിത്തിന്റെ ഫ്രീ ആയിട്ട് കിട്ടും. ക്രാഫ്റ്റിന്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ. നീ ആർമർ ഉണ്ടാക്കിയ ഇല്ല എന്തോടെ എന്നെ പിടിച്ച് ലെഫ്റ്റ് അടിച്ച് എനക്കറിഞ്ഞോളൂ നിനക്ക് എന്തോ ബാധ കയറി. ഓരോ ആൾക്കാർക്ക് ഓരോ ഇതുപോലെയാ കേട്ടാ. നിന്റെ സാധനമൊക്കെ എവിടെ വെച്ചേ? ഏതോ ജസ്റ്റ് എന്ന് പറഞ്ഞ നാനെങ്ങനെ കണ്ടുപിടിക്കാനോ അവേ കണ്ടുപിടിക്കണ്ട. എടാ വലിയ ജസ്റ്റ് ഇല്ലാത്ത അപ്പുറത്ത് ഇതിന്റെ അകത്ത് ആവശ്യമുള്ളത് ആകെ ഇതേ ഉള്ളൂ. ഡയമണ്ട് എവിടെ? അവന്റെ കയ്യിൽ അയ്യോ അന്നേരം ഗായ്സ് അങ്ങനെ ഇനി അടുത്ത നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോന്നു എൻ്റർഡ്രാഗനെ തട്ടുന്നു. പിന്നെ ഇനി ഇഷ്ടംമാതിരി ഉണ്ട്. എന്ത് നെതറിന്റെ അപ്പം പോകണം. പിന്നെ ഇതിനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എന്നെ മാത്രം കഥ കടക്കട പിന്നെ കഥ കടക്കാതെ കഥ കടക്കാൻ തോന്നിട്ടോ കഥ ഹെൽമെറ്റ് ഉണ്ടാക്കി നീ. അപ്പം ഗൈസ് നമ്മളെ ഇനി ആർമർ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കി ചെയ്യാം. ഇല്ല ഞാൻ എൻ്റെ ആർമർ ഉണ്ടാക്കുക. ഓക്കെ 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 ഞാൻ എന്ത് ചേർത്താണ് ഇത് എന്നെ മാത്രം പിടിക്കുന്നേ. കുടീരം പണി ടൈറ്റാനിയം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ ഇല്ല, മറ്റേ വീട്ടിലുള്ള. എന്താ ഇതെന്ത് സാധനോ? ക്രിസ്മസ് അപ്പൂപ്പൻ. ഇതെന്ത് സംഭവിക്കുന്നത്? എന്തുവാ പെട്ടെന്ന് എന്നെ എടുത്തോണ്ട് പോന്ന്. ഞാൻ വരുന്നടാ മുല്ലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വരുന്നടാ വരുന്ന്. എന്നെ പിടിച്ച് തിന്നിട്ടുണ്ടാവും. എന്നെ തിന്നാൻ കിട്ടിയിട്ടുള്ളൂ. ആ കടലിൽ പോയല്ലോ. ഇല്ല അവിടെ ഉണ്ട്. ഇല്ല കടലിൽ പോയി മാഞ്ഞു പോയി. എടുത്തോണ്ട് ഓടിയേ. ആ എന്നെ ആദ്യം എടുത്തത്. അതെന്തോ സാധനം എന്തു എന്നാലും അതും വീട്ടിന്റെ അകത്ത്. ക്രിസ്മസിന് എല്ലാം വരുന്ന സാധനമായിരിക്കും. അതായത് മണ്ണൊക്കെ അങ്ങനെ ഇവിടെ ഇതായത് ഈ കോണറിലായോണ്ടാ തോന്നുന്നു. ഈ കോണറിലായതുകൊണ്ടാ സ്നോ കൊണ്ടാ വന്ന ആശാന്. ഈ താഴെ കിടക്കുന്ന സ്നോ ഒന്നും എടുക്കണ്ടേ? ആടാ ആടാ അവിടെ കിടക്കട്ടെ. വെറൈറ്റിക്ക് കിടക്കട്ടെ. വെറൈറ്റിക്കല്ലേ. ലാപ്പിസ് ഇവിടെ ഉണ്ടടാ ഈ പെട്ടിക്കകത്തുണ്ട്. ഞാൻ എടുത്തു. ഈ ബുക്കൊക്കെ നമ്മൾ ആരുടെ മേടിക്കുക? വില്ലേജേഴ്സിന്റെ ഏത് ടേബിൾ വെച്ചിട്ടാ മേടിക്കുക? ലൈബ്രറിയും വെച്ചിട്ട്. ആടാ ഈ കാലാവസ്ഥ കണ്ടിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ലല്ലോ. അതെന്നെ അടിക്കുമ്പോ ഞാൻ എന്താവുന്നേ?
ഒരു ബ്ലാങ്ക് പിന്നെ ഇത് എന്നെ എന്തിനാണ് എടുത്തോണ്ട് പോകുന്നത്? അത് തന്നെ ബ്ലാങ്ക് അവസ്ഥ. എടാ ഒന്ന് രക്ഷിക്കണമില്ലേ? എടാ അതിന് എന്റെ അടുത്ത് നിക്കണ്ടേ അത് അല്ലേ? അത് ഓടുവോ എടുത്തിട്ട് പിന്നെ ഇതിനെ അടിക്കാൻ പറ്റുന്നില്ല. ഓ സ്നോ, ഓ മൈ ഗോഡ്. ഡോണ്ട് വറി ബ്രോ. എനക്കാണെങ്കിൽ ഒന്നും കാണുന്നില്ല, മങ്ങിയും പോന്ന്. ഓ ഒന്നാ ഒന്നിക്കില്ല, അവൻ എവിടെയൊന്നും കാണാനില്ല. ഹലോ ഗൈസ്, ഇത് വല്ലാത്ത ടാസ്ക് പിടിച്ച സാധനം ഇതിന്റെ അകത്ത്. അവനെന്തോ സാധനം എന്നാലു ആ മഞ്ഞില്ലേ, കാലാവസ്ഥ മാറുമ്പോ സൂക്ഷിച്ചു അവൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നില്ല സാധനത്തിൽ. അപ്പത്തേക്ക് നിന്നെ തൂക്കി പിടിച്ചോണ്ട് അങ്ങനെ പോകും. എന്തോ അടുത്ത വിശേഷി എന്തോടാ? യു ക്യാൻ യൂസ് മീ നൗ. നീ എന്തെങ്കിലും തൊട്ടായിരുന്നാ? ആർക്കറിയാം, എനക്ക് ഓർമ്മയൊന്നുമില്ല. എന്താ ചെയ്യാ? നീ അങ്ങോട്ട് പോവാ? ഞാൻ എങ്ങോട്ടും പോവല്ല. ഇതും വെച്ചിട്ട് സോഡ് ഉണ്ടായിക്കൂടെ? ഇന്റേണൽ കേവ് സോഡ്. ഇതിന് 6 ഡാമേജ്, 7. എടാ അവസാനം പിന്നെയും വന്നാട്ടാ. നിനക്ക് ഇന്ന് നമുക്ക് കാണിച്ചാൽ ഞാനാണ് നീ എന്റെ അമ്മച്ചി. അതോ ഡീമൺ കേവ്. എടാ ഇത് എന്നെ പിടിക്കാനാടാ വരുന്നത്. ഞാൻ വരുന്നു. ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, നീ ഏർപ്പെട്ടിരിക്കുക. ഇതെന്താ കാക്കയൊക്കെ അതിന്റെ ഇടയ്ക്ക്? എട്ടാച്ചിന്റെ മോനാണ് തോന്നുന്നു. ഇട്ടാച്ചിന്റെ മോനെ കൊന്നു ഞാന്. എന്തോ കിട്ടിയേ? ആ എന്തെങ്കിലും കിട്ടിയിക്കടാ? എന്തോ കിട്ടിക്ക്. എന്തോ കർമ്മ ട്രോഫിയാ സാധനം. എന്തോ തന്നെ? എന്നിട്ട് ടെഡിയും കിട്ടിക്ക്. എന്നാ ടെഡി നാൻ വെച്ചിക്ക്, അവന്റെ തലയും വെച്ചിക്ക്. അങ്ങനെ അവനെ തീർത്ത് അപ്പൊ ഹലോ ഗൈസ്, നമ്മുടെ ഇതിൽ ഒരാളെ കൊന്നിരിക്കുന്നത് നമ്മൾ. ഒരുത്തനെ കൊന്ന്. എന്തിന്? എന്തോ ഗിഫ്റ്റും തന്നിക്കടാവേ. എന്തുവാ? ആ നോട്ടെ. ഇതെന്താ വെക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. എന്റെ ഇതുള്ളൂ. അയ്യോ അയ്യോ, വെക്കാൻ സമയത്തില്ല. കീയോ എല്ലാം വേണ്ടി വരും. കീയോ എല്ലാം വേണ്ടി വരും. രാത്രി കേട്ടാ. പിന്നെ എന്തൊക്കെയാണോ എനക്കറിഞ്ഞൂടെ. എടാ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ആര്? ആ തെണ്ടിയിലെ കത്തിയും പിടിച്ച് ചെയ്യുന്നേ. അവൻ വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ ലേറ്റർ എന്ന് പറഞ്ഞു പോയി. പിന്നെ അവനെ കണ്ടിട്ടുള്ളൂ അല്ലേ? പേടിച്ചു പോയി നമ്മള്. ആർക്കറിയാം, എന്താണെങ്കിലും എനക്കറിഞ്ഞൂടെ. ഓ ഫ്രീ ആയിട്ട് കത്തി. ആരെയാ? ഞാൻ ചത്തുന്നു നോക്കണം. അൺബ്രേക്കിങ്, സ്മൈറ്റ്. അപ്പൊ ഹലോ ഗൈസ്, നമുക്ക് ഇത് ആർമർ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. ഒബ്സിഡിയൻ പോയി കളത്തിയിട്ട് അപ്പത്തേക്ക് വീടൊന്നും നമ്മൾ റെഡിയാക്കട്ടെ. ഒബ്സിഡിയനോ?
എന്തിന്? പോർട്ടലുണ്ട്. ആ നെതർ പോർട്ടൽ വേണമല്ലോ പറഞ്ഞാല്. അല്ല ലൂട്ടിങ് എഫിഷ്യൻസി 3 സിൽക്ക് ടച്ച്. വാ. അൺബ്രേക്കിങ് ബെയിൻ ഓഫ് ആർത്തപോഡ്സ്. നീ വിട്ടാ മച്ചു വീടൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു. എനക്കിവിടെ ആർമർ ശരിയായിക്കില്ല. പ്രൊട്ടക്ഷൻ 4 ഞാൻ കുറച്ചും കൂടി ലെവലാക്കി. എന്താ ഇവിടെ ആരുടെ ശവശരീരം ഇരിക്കുന്നത്? എനിക്ക് ഇവിടുത്തെ വില്ലേജറിന്റെ ഇതിന്റെ അകത്തുള്ള ഉണ്ടാവോ? എടാ അങ്ങനത്തെ വെറൈറ്റി വല്ല സാധനം കാണുവാണെങ്കിൽ എടുത്തോണ്ട് വരണേ. എന്നാ നിന്നെ കുഴിച്ചിടാം. അതെന്റെ സ്പൈക്കിന്റെ ആടാ പന്നപ്പട്ടി. എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടെന്നില്ല, അതോടെ പോയി. അതിനൊരു കല്ല് ഇട്ട് മൂടി വേനോടെ ഇട്ടേക്ക്. നീ അതിനെ കുറിച്ച് തിന്നോ വിഷമപ്പോ? ഓ സ്പൈക്ക്, ഈ സ്പൈക്ക് കിടക്കാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഒരു സാധനം ഉണ്ടാക്കാൻ വിട്ടുപോയിക്കില്ല. എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാവും. ആക്ച്വലി ഗൈസ് ഞാൻ എൻ്റെ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്നോട് ആരും ചോദിച്ചിട്ടില്ല. നിന്നോട് അറിയാൻ ചോദിച്ചേക്കാം, ഞാൻ അവരോടല്ലേ പറഞ്ഞത്. ഗൈസ് അതായത് ഞാൻ വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ബൈ ബൈ. അവൻ മറ്റേ ക്യാമിയ കളിക്കുന്ന എനിക്കിങ്ങനെ ഇത് കളിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഇതിന്റെ കൂടെ ഉണ്ടാക്കാൻ വേറെ എന്തോ സാധനമായിരുന്നു വേണ്ടേ? ടൈറ്റാൻ ഇങ്കത്തിന്റെ കൂടെ വേറെ എന്തായിരുന്നു വേണ്ടേ ആർമർ ഉണ്ടാക്കാന്? അറിയാവോടാ ഗൈസ്? ഒരു സെക്കൻഡ്, ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോട്ടെ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേവിൻ്റെ അകത്ത് പോകണം. കേവിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഒബ്സൈഡിയൻ ഉണ്ടാക്കണം. ഒബ്സൈഡിയൻ അതിനകത്ത് കളക്ട് ചെയ്തിട്ട് ഫ്ലിൻറ്റ് കണ്ടുപിടിക്കണം. ഫ്ലിൻറ്റ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് നെതറിൽ പോകണം. നെതറിൽ പോയിട്ട് ബ്ലേസും ഇതും വേണം. എന്താടാ എൻട്രപ്പല്ലേ? എൻട്രപ്പല്ലും വേറെ. എന്തായാലും ചിരിക്കുന്നുണ്ടോ? ഞാനുണ്ടല്ലോ ഈ സാധനം അടിച്ച് എൻഡേണൽ കേവില്. ഓക്കെ, ഈ സാധനം ഉണ്ടാക്കാന് ടൈറ്റാനിയം മെറ്റീരിയൽസ് യു ക്യാൻ ഫൈൻഡ് ടയർഡ് മെറ്റീരിയൽ സിസ്റ്റം വിത്ത് സോണബിലിറ്റി. Titan is the best everything built. ഫോർജ് ഉണ്ടാക്കണം നമ്മൾ. ഫോർജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിന് അയൺ വേണം. വീട്ടിലുണ്ട്. രാത്രിയായി കേട്ടോ. ആക്ച്വലി എനിക്ക് ഒരു ബുക്കും കൂടി വേണം എൻ്റെ കത്തിക്ക്. നീ ഏതെങ്കിലും വില്ലേജറിന് മെൻഡ് ചെയ്തിട്ട് മറ്റേ ഈ ബുക്ക് ഉണ്ടാക്കി തരുമോ? ഫയർ എസ്പെക്റ്റ്. എൻ്റെ കത്തിക്ക് അത് ആവശ്യമാണ്. ഞാൻ ഒരു ഇതുണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫോർജ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളായത്.
എവിടെ വെക്കും? എവിടെ വെക്കാം? അല്ല കോർണറിൽ ടൂൾസ് ഉണ്ടാക്കുന്ന സാധനം. സാധാ ക്രാഫ്റ്റിംഗ് ടേബിൾ. ടൈറ്റാനിയം. ഇതിൽ കുറേ ആർമറും ടൂൾസും ഒക്കെ ഉണ്ട്. നമുക്ക് ഗൈസ് നിങ്ങളിപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ ഈ ഒരു എൻറ്റേർണൽ കേവ് എന്ന് പറയുന്ന ഇതിൻ്റെ ഫുള്ള് എല്ലാ ആർമറും എല്ലാ ടൂൾസും ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ഇറക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറ, വേണോ വേണ്ടയോ എന്ന്. ഓക്കെ, ഇപ്പം ഞാൻ തൽക്കാലം എന്തായാലും ടൂൾസ് ഉണ്ടാക്കിയിട്ട് പോകാൻ പോകുന്നു. 5 7 ഇതുണ്ടാക്കി 4 ആർമർ 3 9 8 7 കേവ്. ടൈറ്റാനിയം കൊണ്ട് എന്താ ഗുണം? എന്താ? ഞാൻ ടൈറ്റാനിയം ആർമർ ഉണ്ടാക്കാൻ പോവാട്ടോ. അതേതാ ആർമർ? എനിക്കുണ്ടാക്കി തരുമോ? അയാൾ ഇതില്ല എൻ്റെ കയ്യിൽ. ഇത് രാത്രി ഇതാ മൂന്നെന്നല്ല പോടാ. 5 ഇവിടെ എന്ത് നമ്മുടെ അടുത്തെന്തോ ഉള്ളേ? എന്റെ മോന് ഇതെന്ത് സാധനോ? ഓ ഇവനെന്ത് സാധനോ? ഇല്ല, എന്റെ പുറകെ. അമ്മേ, ആടുജീവിതല്ല, എന്റെ തലജീവിതം. അവനെവിടെ പോയി? ഓടാ, എന്നെ കൊന്നിട്ട്. അതെന്നല്ല എന്തുവാടാ അത്? ഞാൻ ഈ ആർമറും സാധനം എടുത്തു വെക്കാൻ പോകണം. അല്ല ഗൈസ്, ഇവൻ ആദ്യം എന്തോ എന്നോട് പറഞ്ഞെന്നറിയോ ഈ ആർമറിനെ കുറിച്ചൊക്കെ? എനക്ക് വേണ്ട ആക്രി പോലത്തെ സാധനമെന്നൊക്കെയാ. ഇപ്പൊ അവന് തന്നെ സാധനം വേണം. അപ്പം ഗൈസ്, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേവിൻ്റെ അകത്ത് പോയിട്ട് ഇവന് വേണമെങ്കിൽ ആർമർ കുറച്ചുണ്ടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവന് വേണ്ട. കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഏറ്റവും താഴെ പോയിട്ട് വല്ല ഇതും കണ്ടുപിടിച്ചിട്ട് പോകാം. എനിക്ക് വേണ്ട പുല്ലേ, എനിക്ക് ഡയമണ്ട് ആർമർ തന്നെ മതി. ഞാൻ നിന്നെ പോലെ ഇതൊന്നും അല്ല, ഞാൻ സാധാ മൈൻക്രാഫ്റ്റ്. ആയിക്കോട്ടെ, ഇനി എന്നോട് ചോദിക്കരുത്. വേണ്ട, ഈ സാധനം എന്തുവാടാ? അപ്പം ഞാനൊരു കേവിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരിക്കലും മറക്കില്ല.
ഈ ഐറ്റം ആണല്ലേ വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. മൈൻഡ് പോരെ എടാ പോരെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പോരെടാ എത്ര എണ്ണം വേണോ? 20 എണ്ണം. എന്റെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. എന്റെ 11 എണ്ണം. ഇനി വേണ്ട പോ. ചാടിക്ക്. അത് നമ്മുടെ വീട് എവിടെയാ? ഇങ്ങോട്ട്. അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. കൂമ്പല ഹലോ ഗൈസ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് രാവിലെ ആക്കിയിട്ട് ഇങ്ങോട്ട് ഒബ്സിഡിയൻ ഫുള്ളുതാ. ഒബ്സിഡിയനാടാ ഇത്. അടിച്ചാലുണ്ടല്ലോ എടാ ഒബ്സിഡിയനാടാ. എത്ര ഒബ്സിഡിയനാ? 42 ഒബ്സിഡിയനാ. ഇത്ര എന്തിനായിരുന്നു മോനെ? 42 ടോട്ടല് 42 ഒബ്സിഡിയനാ നമ്മൾ മൈൻഡ് ചെയ്തേ. എന്താ ചെയ്യാ നമ്മള്? ഒരു ഫ്ലിൻറ്റും കിട്ടി. അപ്പൊ ഗൈസ് നമ്മള് നെതറിൽ പോകേണ്ട പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇനിയാണ് നമ്മുടെ കളി തുടങ്ങുന്നത്. ഇവിടത്തെ ഒന്നും വലിയ കളിയില്ല. എൻ്റെ സ്ക്രീന് ഗായ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചൊക്കെ ഇത് കുറവായിരിക്കും, അവിടെയായിരിക്കും പവർഫുൾ പീപ്പിൾസ്. അതാണ് എനക്കും തോന്നുന്നത്. ബാഗ് പഗ്ഗായി. നെതറിൽ എന്തെങ്കിലും ഓറ് ഇതേപോലെ നിന്റെ പോലത്തെ ആർമയുള്ള ഓറുണ്ടെങ്കിൽ എടുത്തു തരണേ. അതെന്താ സാധനം? ഞാൻ കണ്ടിക്കില്ല, ഒച്ച മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നുണ്ടോടാ. നെതർ പോർട്ടൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒപ്പിക്കാൻ പോകുക. ഇതിന്റെ അടിച്ച് തലമണ്ട കുളിക്കണം. ഈ ക്രാക്ഡ് ഒബ്സിഡിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ അതെങ്ങനെയാ? അല്ലാണ്ട് കിട്ടുമോ നമുക്ക് ചെയ്യാൻ? അതെങ്ങനെയാണ്? അതെനക്കും അറിഞ്ഞൂടാ.
നെതർ പോർട്ടിലൊക്കെ അല്ലാണ്ട് കിടപ്പുണ്ടാവൂലേ, അതൊന്നും എടുക്കല ഞാന്. ഉണ്ടാക്കാൻ ഇതാ ചെയ്യാനോ പറ്റൂല. ഇല്ല തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണെന്നറിയോ? എന്തോടെ സാധനം ദേഷ്യം വരുന്നുണ്ട്. അല്ല, അത് ആക്ച്വലി എന്ത് സാധനം എന്തുവാ? എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ പറയാന്? എടാ, നെതർ പോർട്ടിൽ എത്ര സൈസ് ആയിരുന്നു? ഇതെന്തൊരു സാധനം? ഇതെന്ത് സാധനോ? എനിക്കറിഞ്ഞൂടോ. കൊല്ലടാ, കൊല്ല അതിനെ വന്നിട്ട്. ഞാൻ വരുന്നതാണ്. ഞാൻ ചത്തമ്മ. വാനിഷേ വാനിഷേ വാനിഷേ. ഞാൻ റീസ്പോൺ എന്താ സെറ്റ് ചെയ്യാൻ പോവാ. നടക്കണ്ട ആവശ്യമില്ല. അമ്പോ, അതല്ല എന്താ സംഭവിച്ചേ? എന്തായാലും എയ്ത്ത് കാണിച്ചപ്പോ ശ്രദ്ധിച്ചതാ. അപ്പൊ ഗൈസ്, നെതറിൽ പോയിട്ട് നമുക്കിനി ഇതാവാം. അവൻ നീ വാ, പെട്ടെന്ന് വാ. എന്താണ് എന്നെ വിളിച്ച? വാവേ, എന്തെങ്കിലും ഉണ്ടാ? ഞാനതൊന്നുമല്ല. ഇത് നോക്കടാ, ബാസ്റ്റിയൻ. ഭാഗ്യമുണ്ടോ എന്നാ? ചെന്നപ്പോ തന്നെ എന്താടാ അടിയ? എന്താ ചെയ്യമാരൊക്കെ കൊണ്ട്? എടാ, അത് പിന്നെയും വന്നടാ. നന്നായി, നീ അവിടെ കിടന്ന് ചത്ത. ഞാൻ ഇന്ന് നിന്നെ കൊന്നിട്ടാ വരുള്ളൂ. നിനക്ക് അത്രക്ക് ധൈര്യമായടാ. എടാ നീ. ഞാൻ അപ്പൊ ഹലോ ഗൈസ്, ബാസ്റ്റനിൽ പോയിട്ട് ബാസ്റ്റനിൽ നീ എന്തുവാ പറഞ്ഞേ? അത് നെതർ പോർട്ടിൽ കേറി വന്നേ. അവിടെ എത്തിക്കാവനോ? ഇവിടെ അതിലും വലിയ ഫൈറ്റിലുള്ള അപ്പരാ. ഇവിടെ തീ കത്തും, തീ പിടുത്തൊക്കെ. അമ്മോ, എന്റെ എന്തോ പൊട്ടിയുണ്ടാവട്ടുണ്ട് എനിക്ക്. എടാ, സ്മിത്തിങ് ടാബ്ലറ്റ് കിട്ടി നമുക്ക്. ഭാഗ്യണ്ട് കേട്ടാ. ഞാൻ ഇപ്പൊ 5 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാല് ബെഡ് ബാർ കണക്കാ. എന്താ ഞാൻ ബെഡ് എടുത്തോണ്ടിരുന്നു പറയാം. എന്തിനി അവിടെ ഇട്ട് പൊട്ടിക്കേ. എന്ത് പൊട്ടിക്ക്? ഓ, ഓ, ഇവന്മാരൊക്കെ കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ. ഇതെന്താടാ? ഇതെന്ത് വിൻസ്റ്റോമാ? നെതറിൽ വിൻസ്റ്റോം എന്ത്? ഇവിടെ ഭയങ്കര മഴയോ എന്തോ പോലെടാ. വിൻസ്റ്റോം തന്നെ ഇത്.
എടാ നെതറേറ്റ് കിട്ടാൻ എവിടെ എത്ര ഇതിൽ പോണം? 15. ഇതിലെ പാഞ്ചിൽ കൊണ്ട് ഏത് ഭാഗത്തിലാ പോണ്ടേന്ന്? ഏത് സ്ഥലത്ത് എനിക്കറിഞ്ഞവിടെ കോടതി ഒക്കെ. ഇത് 15 സെന്റർ മൈനസ് അല്ലേ? ഞാൻ മുകളിൽ തന്നെ ഉണ്ട്. ഞാൻ എന്റെ ആയുധം എടുത്തിട്ടുണ്ട്. എന്താ ഇത്? നീ നിന്നെ തന്നെ കൊന്നിട്ടില്ല എന്നിട്ട്. എടാ ഈ ബാസ്റ്റിൻ ഗായ്സ്, ഈ ബാസ്റ്റിൻ എന്തായാലും നല്ല ബാസ്റ്റിൻ ആണ്, പക്ഷെ ഇവിടെ ലൂട്ടില്ല എന്നുള്ളൂ. ആ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് നിന്നെ കടിക്കുന്നുണ്ടോ? ഇവിടെ തീമഴ പെയ്യുന്നു. അപ്പൊ ഹലോ ഗൈസ്, എനക്ക് നെതർ ഫോർട്രസ് കിട്ടിയില്ല, എനക്ക് അതിനൊരു ഇതാണ് കിട്ടിയത്. എന്താ പ്രശ്നം? നീ ഇത് കാണുന്നില്ല തീമഴ? ഇല്ല. ഓ നിന്റെ ഓഫ് ആക്കിട്ടേക്കാം, സോറി. ഇപ്പഴേ മറ്റേത് കളക്ട് ചെയ്യാൻ തുടങ്ങിയാടാ. യെസ്. അതവിടെ കുടുങ്ങി ട്രാപ്പായി. അതൊക്കെ ടൈം അങ്ങനെ ആദ്യത്തെ എൻട്രപ്പല്ലേ കിട്ടിയല്ല? എനിക്ക് രണ്ടാമത്തെ. നിന്റെ ഇതുണ്ടോ ലൂട്ടിങ് കൊണ്ട്? എന്നാ എനക്ക് ആ സോഡ് താടാ. നാനെ കൂടുതൽ കൊല്ലുന്ന, നീ കൊല്ലുന്നതിനൊക്കെ ഇട്ടു. താടാ ലൂട്ടിങ് 3 ഷാർപ്നെസ് 5 അൺബ്രേക്കിംഗ്. എങ്ങനെയാടാ ഇത്? എങ്ങനെ അല്ലാത്ത സാധനോ? എടാ അപ്പൊ ഹലോ ഗൈസ്, നമുക്കൊരു പിടിയിൽ 2 പക്ഷി അല്ല, ഒരു പിടിയിൽ 2 പക്ഷി തന്നെയല്ലേ പറയുന്നത്? ആക്ച്വലി നീ അവിടെ നിൽക്കി, അവിടെ നിൽക്കി, അവിടെ എന്തുവാ എന്റെ കയ്യില് ഓൾറെഡി നിക്കി. ഇവിടെ നിൽക്കാണല്ലോ. എന്റെ കയ്യിൽ ഓൾറെഡി നെതറൈസ് ട്രാപ്പ് കിട്ടി. ഇനി മറ്റേ ഇതും കൂടി കാണി. അത് എന്റെ കയ്യിലുള്ള സാധനം ഇല്ല. അതിന് ഗോൾഡ് ഒക്കെ വേണോടാ. ഗോൾഡ് അവിടെ ഇപ്പോഴും ഇഷ്ടം മാറി പോവില്ലേ? എടാ നീ ഇപ്പൊ ഇതിൽ പോയിട്ട് കൊല്ല, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇന്ന് എന്തെങ്കിലും രീതിയിൽ ഈ എപ്പിസോഡ് ഒന്ന് തീർക്കണം. പോയ നീ. എടാ അതാ പറഞ്ഞത്, ഞാൻ വരും, പെട്ടെന്ന് തന്നെ എത്തും. ഞാൻ തിരിച്ച് ഗോൾഡ് അവിടെ ഇഷ്ടമാതിരി ഇരിപ്പുണ്ട്. ഞാൻ കേവിലൊക്കെ പോകുമ്പോൾ ഫുള്ള് ഗോൾഡ് എടുക്കലുണ്ട്. അതല്ലടാ, നീ ഇപ്പൊ ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാല് ഞാൻ എന്റെ ഈ ആർമർ ഉണ്ടാക്കാം അതുപോലെ. അപ്പൊ എനക്ക് നീ എടാ അതങ്ങനെയല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണോ? അതാ എന്നോട് പറഞ്ഞേ. അത് നമുക്ക് ഇതാക്കും, ഒരുമിച്ച് പോവാൻ പറഞ്ഞ കേക്ക്. ഇപ്പൊ നീ ഞാൻ പറഞ്ഞ പോലെ ബ്ലേസ് റോഡ് പോയി കളക്ട് ചെയ്യും. നീ പോ, ഞാന് ഇത് ഇതാക്കട്ടെ, ഇത് കളക്ട് ചെയ്യട്ടെ. എൻട്രപ്പല്ലേ പിന്നെ ഞാനിതുമ്പോ ചെന്ത എവിടെ ആരെ കൊല്ലാനാ? ഇവിടെ മൊത്തം പ്ലേസ് പോണതാണല്ലോ. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് കിട്ടിയത് എനക്ക്. ഇത് പോയി
എൻ്റെ അടുത്ത് ഒന്നായി. കത്തി വന്നിട്ട് പോകുമോ? നീ അങ്ങനെ മൂടുന്നുണ്ട് ഞാൻ. എന്നെ കുറിച്ചിട്ട് ശരിക്കും എന്റെ കത്തി കൊണ്ടാണ് ഒന്നിനും കളത്തില്ലാത്തൊരു കത്തി. എന്റെ കത്തി താ താഴെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് ഒന്നേരാ. ഇല്ല, ഇതെനിക്ക് വേണം. ബ്ലേസ് കിട്ടിക്കാനും സ്പോട്ടിൽ എന്താ കത്തി അടിച്ചോണ്ടോ? ശരി, ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആർമുണ്ടാക്കി തരാൻ പറഞ്ഞ പാർമുണ്ടാക്കി തന്നില്ലല്ലോ. എടാ, അതിന് എന്റെ ഇങ്കറ്റ് ഇല്ല. നീ തന്നെ ഇല്ലായിരുന്ന പറഞ്ഞ ഇനി ഇത്ര ഇങ്കറ്റ് മതി, നീ ഇനി ഉണ്ടാക്കണ്ടെന്ന്. അതിന്റെ ആർമർ നിനക്ക് ഓർമ്മയില്ല? നീ പറഞ്ഞേ. ഞാൻ പറഞ്ഞു. അപ്പം ഗായ്സ്, നമുക്ക് കുറച്ച് ബ്ലേസ് റോഡും കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്കിനി ഓവർ വേൾഡിൽ കാണാം. ഓക്കെ, എന്തിനാടാ സ്വതന്ത്രമാക്കി വിട്ട്? അപ്പുറത്ത് സ്പോണർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ കണ്ട്. എത്ര വേണ്ടി വരും? ഇത് വേണ്ടി വരും. എന്റെ ബാഗ് ഞാൻ എടുത്തില്ല തോന്നുന്നു. എന്റെ ബാഗ് ഞാൻ എടുത്തില്ലല്ലേ? ഇല്ല. ഞാൻ ഇവിടെ ഇരുന്ന് കളക്ട് ചെയ്യട്ടെ. നിന്റെ എത്ര എണ്ണായി? അത് മതി മോനെ. നീ എന്ത് ചെയ്യാൻ പോകുന്നില്ലേ? എൻഡർമൈൻ പോയി തട്ടുമ്പോ അത്രയൊന്നും വേണ്ട, 9 പീസ് മതി. അതിന് പറഞ്ഞൂടാ? എന്റെ കയ്യില് 4 എണ്ണം. നെതറില് വലിയ ഓർമ്മയുണ്ടല്ലേ? ഇതുപോലെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്താ? ബ്രോ, ഇതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? കാണി, ഞാൻ ചെയ്യും കേട്ടോ. ഇതല്ല, പിന്നെ മറ്റേത്. നിങ്ങൾക്ക് പറ്റും. ഇതല്ലടാ, മറ്റേ സാധനം ഇല്ലേ? നീ ഉണ്ടാക്കി തട. ബാക്കി നെവറേറ്റ് ആക്കണ്ടേ? അത് ഒരു ഗോൾഡ് എടുത്തിട്ടോ. നമുക്കിനി നെതറൈറ്റ് ഷൂട്ടപ്പിൽ കാണാം. അങ്ങനെ വേണ്ട, ഒറിജിനലായിട്ട് തന്നെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. എടുക്കുന്നേ.
ആ ലൈറ്റ് ഒന്ന് എടുത്ത് കളയോ, കണ്ണടിക്കുന്നു മാത്രമേ. 52 പീസാ. ഞാൻ ഏകദേശം എത്ര ബെഡ് കൊണ്ടുവന്ന് അറിയാവാ? എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കത്തിയും എന്റെ പിക്കാസും മാത്രമാണ്, ബാക്കി മൊത്തം ബെഡായിരുന്നു. പൊട്ടിക്കുന്നതല്ലെങ്കിൽ പൊട്ടിച്ച് എടാ ഇത് മതിയാവും. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഓവർ വേൾഡ് എത്തിയിട്ടുണ്ട്. 2 സാമ്പിൾ പീസിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ എൻട്രൈ എങ്ങോട്ടേക്കാ? ആ സൈഡിലേക്കാടാ, ഈ സൈഡ്. അത് പൊട്ടിപ്പോയി. എടാ ലൈറ്റ് എടുത്ത് കളയടാ. എന്റെ കണ്ണിലൊക്കെ അടിക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്കിനി ഇതാക്കണ്ടെന്ന് വെച്ചാല് ഗോൾഡ് അവിടെ വെച്ചത് ഗോൾഡ് ഉണ്ടാവും. ഗോൾഡ് സ്മെൽറ്റ് ചെയ്യണ്ട. ഏടാ ഈ ബാക്ക് പാക്കിന്റെ ആഡോന്റെ കാര്യം നീ മറന്നു പോയ മോനെ. ഇതില് വെച്ചാ പോലെ സ്മെൽറ്റ് ആവൂല ഓട്ടോമാറ്റിക്കലി. അതെങ്ങനെ? ഡയമണ്ട് എടുത്ത് നിന്റെ കയ്യിലുള്ള ഡയമണ്ട് നോട്ടടാ. സ്റ്റോറേജ് വെച്ച് എന്റെ കുറച്ചേ ഉള്ളടാ. നെതർ ബ്രിക്സ് വേണം. മറ്റേ 2 4 8 9 ടോട്ടലി ആയിട്ടുണ്ട്. 9 പോരാ, എന്നാ ഡയമണ്ട് വേണം. എന്റെ ചെസ്റ്റിൽ ഉണ്ട് അവിടെ ഉള്ള ഏത് ഇങ്ങോട്ട് വന്നിട്ട് ആക്ച്വലി ഇതെന്താ സംഭവം, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എന്റെ സാധനം പിടിച്ചു വെച്ചേക്കോ, പിടിച്ചു വെച്ച് എടുത്ത് കളഞ്ഞു എന്നെ അടുത്ത്. ജസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ ഇപ്പൊ ആക്ച്വലി ഗൈസ് എന്താന്ന് അറിഞ്ഞൂടാ, ഇതിന് സംസാരിക്കാൻ അറിഞ്ഞൂടാ. എന്താടാ ഇങ്ങനെ സംസാരിക്കാണ്ട് കളിക്കുന്നേ? സംസാരിച്ച് കളിയുടെ ഇനി നമ്മൾ നേരെ എൻഡറാഗിന്റെ അടുത്ത് പോവില്ല. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് കയറി നിങ്ങള്? അതാ സൈഡ് പൊട്ടിച്ചിട്ട് ക്രീപ്പർ അപ്പം വന്നാലോ? മറ്റേ സാധനം കേറിയത് പൂട്ടിക്ക് എൻഡർ ഡ്രാഗനെ തീർക്കുമാടെ ഈ വേൾഡ് അവസാനിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ തന്നെ തീർക്കണം കേട്ടാ. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ പോലെ ഫോഴ്സസ് ഒക്കെ ഉണ്ടാക്കിയാല് എൻഡർ ഡ്രാഗൻ പവർഫുൾ ആയിരിക്കുമല്ലേ? ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നീ വാടാ. എടാ എന്നെ എന്തൊരു സാധനം പിടിച്ചു വെച്ചിക്ക്, നിന്നെ ഇതുവരെ അങ്ങനെ വെച്ചിക്കാ? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ സ്മിത്തിങ് ടേബിൾ അത്
അന്ന് കിട്ടിയത് എവിടെയായിരുന്നു നമ്മൾ വെച്ചത്? ചെസ്റ്റിന്റെ അകത്ത് നോക്കി. ചെസ്സിന്റെ അകത്തൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കാൻ എന്റെ കയ്യിലുണ്ടാ? അയൺ വേണം. എൻ്റെ ലയൺ ഉണ്ടാകേണ്ടതാണ്. യെസ്. എന്തുവാടാ? അറിഞ്ഞൂടാ എന്തോ സാധനം, എന്തുവാ എന്തോ അറിഞ്ഞൂടാ, ഫുള്ള് ബ്ലാങ്ക് ആകുന്നു. അത് തന്നെ. എന്തുവാടാ അത്? ആ പുകയും കൂടെ വന്നേക്കുന്നത്. അതാ ഞാൻ നോക്കുന്നത്. വീട്ടിന്റെ അകത്ത് വരണ്ട, അഥവാ വീട് പൊളിക്കുന്ന വല്ല സാധനമാണെങ്കിലോ. ഒന്നും കണ്ണും കണ്ടുകൂടെ, ഇതെന്തു സാധനം, എന്തുവാ? എടാ ഇത് എടാ എന്റെ അമ്മച്ചിയടാ. എടാ ഇതിന്റെ കൊല്ലാൻ പാടില്ല. കൊല്ലാൻ പറ്റൂല. ഇല്ല, ഓടിക്കോ, ഓടനാ പറയുന്നേ. ഇല്ലടാ, അതിനെ കൊല്ലാൻ പറ്റൂടാ. ആക്ച്വലി ഇത് എന്നെ പുറകെടാ, ഒന്ന് സഹായിക്കടാ. ഞാൻ വരുന്നു. അതിനെ കൊല്ലാൻ പറ്റൂല, ഉറപ്പാ എനിക്ക്. ആക്ച്വലി അവളെ കാണിച്ചാ റണ്ണെന്നാ. അമ്മേ അമ്മച്ചി ഷീൽഡ് പറ്റുന്ന യാതൊരു കാര്യം ഇല്ലടാ. പോയാ അറിഞ്ഞൂടാ എന്താ പറ്റിയെന്ന്. ബുദ്ധിമുട്ടല്ലേ അത് കാണണമെന്നുണ്ട്. അടവം നല്ലത് എന്തുവാ സാധനോ മച്ചേ? ക്രീപ്പറിനാണ് എന്ത് ചെയ്തിട്ടാ? എന്തായാലും വീട് തീരാൻ പോകും. കുട്ടികളും ഇതായതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്താണ് ബ്രോ? ഇതെവിടെയാന്ന് വെച്ച് വെക്ക്. ഇങ്ങോട്ടോ 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 ഇങ്ങോട്ടോ. ഇതാ ഇവിടെ വെക്ക്. നിന്റെ കയ്യിലുള്ള എന്തായാലും നിന്റെ ആർമർ ഇറക്കാവേ. എടാ കുറച്ച് നെതറേ ചിങ്കറ്റ് ഉണ്ടാക്കണേ. എന്തിനാ? ഉണ്ടാക്കണം. എന്തിനാ? ആദ്യം നിന്റെ ഉണ്ടാക്കി തരാം. നിനക്ക് ആർമർ കിട്ടിയില്ലല്ലോ. നിനക്ക് ആർമർ കിട്ടിയില്ല, ആകെ ബൂട്ട്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എവിടെ? ആടാ വന്നു വന്നു, എന്റെ ബാഗിലുണ്ട്. Don't take my armor. ആക്ച്വലി അത് നിന്റെ ആർമർ അല്ലേ? അത് നിന്റെ ആർമറാണ്. ഹെൽമെറ്റ്, കിട്ടിയില്ലേ? ഞാൻ എന്റെ ആർമർ എടുത്തിട്ട് നീ കത്തി കത്തി കൊണ്ടോന്ന് അറിഞ്ഞോട്. എന്റെ കത്തി തിരിച്ചു തരും മുന്നേ. ആരുടെ കത്തി? എന്റെ കത്തി. എനക്ക് അങ്ങനത്തെ ഒരു കത്തി ഒന്നും അറിഞ്ഞൂടെ. അടിയൊക്കെ തിരിച്ചെന്നാ മന്നപ്പള്ളി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കത്തിയാ അത്. നമ്മളൊരു സാധനം കയ്യിൽ മേടിച്ച പിന്നെ തിരിച്ചു കൊടുക്കില്ല എന്ന് അറിഞ്ഞൂടെ. ഇങ്ങോട്ട് തന്നെ.
എന്റെ കത്തിരിച്ച അപ്പൊ കാണാൻ കൊള്ളൂ. എടാ ഇങ്കറ്റ് ഉണ്ടാക്കടാ. ഇങ്കറ്റ് ഉണ്ടാക്ക ഇങ്കറ്റ്. നിക്ക് ഇങ്കറ്റ് ഉണ്ട്. എന്നിട്ട് ഇങ്കറ്റ് ഉണ്ടാക്കും. എന്നിട്ടെന്നാ ചോദിച്ച എന്നിട്ട് ആർമർ അപ്ഗ്രേഡ് ചെയ്യണം. നേത്രൈറ്റ് ഇങ്കറ്റും കൊണ്ട് ഇതിപ്പോ ഉണ്ടാക്കി ആർമറിൽ നീ അപ്ഗ്രേഡ് ചെയ്തേ. എന്റെ ആർമർ പൊട്ടാതായിരിക്കും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് ഇനി അത് നന്നാക്കാൻ പറ്റൂലെന്ന്. അതും കൊണ്ടൊന്നും നന്നാക്കാൻ പറ്റൂല. നീ എടുക്കാൻ നന്നായി കാണിച്ചു. നിന്റെ അടുത്ത് ലെവൽ എത്ര ഉണ്ടാ? 25. ഉള്ളതല്ലേ അടിച്ചത്. ലൂട്ടിങ് മാത്രം എൻ്റെ സോഡിന്. വാ നമുക്കെന്നാ എൻഡർ ഡ്രാഗന്റെ അടുത്ത് പോവാം. ആദ്യം എന്തൊക്കെ എൻഡർ ഡ്രാഗന്റെ അടുത്ത് പോകുമ്പോ ആവശ്യമുണ്ട്? എന്തൊക്കെ എൻഡർ ഡ്രാഗന്റെ അടുത്ത് പോകുമ്പോ ആവശ്യമുണ്ട്? ഫ്ലാഷ് ലൈറ്റ് ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്. ഇപ്പൊ റെഡി ആയോ? ആക്ച്വലി ഇപ്പൊ നന്നാക്കാൻ പറ്റൂല. ഇല്ലടാ, ഒന്നും ചെയ്യില്ല. അതുകൊണ്ടൊക്കെ നടക്കും. ഈ വേൾഡ് ഇന്നത്തോടെ കഴിഞ്ഞ് ഇനിയൊന്നും ഇല്ല ഈ വേൾഡ്. Come on, go. തുടങ്ങിക്കോ. ദിവി നമുക്ക് പോവാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. വില്ലേജ് കണ്ടുപിടിച്ചടാ. വില്ലേജ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. I see that. നമുക്കങ്ങനെ അവിടെ തന്നെ ആയിരിക്കും. അത് വെറുതെ ഒന്നായിരിക്കും. അങ്ങോട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്ത. ചിലപ്പോ താഴെ ഉണ്ടാവും. തിരിച്ചടാ. തിരിച്ച് 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 തിരിച്ച്. വന്നൂടെ സാധനോ? എന്തോ സാധനം വന്നു. എന്തുവാ കടന്ന് മിളകിക്കണ്ട് മുമ്പി വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. എവിടെ ആളെ കാണാനില്ലല്ലോ, പുക മാത്രല്ലല്ലോ. അതാ പറഞ്ഞ അവന് പേടി. ഇതിലെ ഹൊറർ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക്.
പക്ഷെ ഫുള്ള് ബ്ലാക്ക് ആന്നേ ഉള്ളു, ഒന്നും കാണുന്നില്ല. വരും, അവൻ വരത്തൊന്നുമില്ല, അവന് പേടി. എടാ വന്നടാ. എവിടെ നാൻ കാണുന്നില്ല ഒന്നും. എടാ ഇവിടത്തെ ഏതെങ്കിലും ബെഡേ തൊട്ടോ? എന്റെ അമ്മച്ചേ, ഞാൻ പത്രണ്ട് നേരത്തെ നീ വന്ന് അടിച്ചിട്ട് പോയിട്ട് മനുഷ്യനെ യുദ്ധമായി. അവന്റെ കുഞ്ഞമ്മേന്റെ ബെഡേലൊന്നും തൊടണ്ട. ബെഡ് പൊട്ടിച്ചല്ലേ? ഞാൻ പോയാ? പോയില്ല. പിന്നെ കൊന്ന ആശാനെ. എനിക്ക് ദേഷ്യം വന്നു, കൊറേ നേരം അതിനെ കൊണ്ട് കളിക്കാൻ തുടങ്ങി. തലയെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അടിച്ചിട്ട് ഓടിക്കളഞ്ഞു. എടാ എന്റെ ലയണുണ്ടോടാ? ഇല്ലടാ. ഓ ഇവനെന്ത് കൊടുക്കും? അവനാ സഹായിച്ചേ? ഇതതിന് ഏതോ ഒരു കാട്ടിലായിരുന്നു, അത് മൊത്തം പൊട്ടിയിരിക്കും. അതുകൊണ്ടാ ചോദിച്ചത്. നമുക്ക് കിട്ടി കേട്ടോ നമ്മൾ പോകേണ്ട സ്ഥലം. നീ വിളിക്കുന്ന ഈ ബോട്ടും കൊണ്ട് വരാം. എവിടെയാ? ഇവിടെ 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 ഞാൻ വരുന്ന പോകുന്ന വഴിക്ക് തന്നെ വന്നു. കിഡ്നാപ്പ് ചെയ്തു. നീ വരുന്നുണ്ടെങ്കിൽ വാ എന്റെ കൂടെ. താഴത്തേക്കോ? എന്റെ മോനെ ഇവിടെ ഒരു ഉത്സവം ഉണ്ടറാ. ഉത്സവം മനസ്സിലാടാ. കുറച്ച് നേരത്തെ പറഞ്ഞൂടെ? ഇട ഓണല്ലേ, എനിക്ക് വിദേശത്തെ വഴി അറിഞ്ഞൂടെ? വീട് വാ 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 പോവാം 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 പോവാം. ഇവെന്താ കിഡ്നാപ്പ് ആയിരിക്കുന്നത്? നീ വരുന്നുണ്ടോ എന്റെ കൂടെ? ഇവനൊക്കെ എന്റെ അടുത്ത് അടിച്ച് മൂലൊക്കെ ഒട്ടിച്ച് ഈ ബോട്ട് അങ്ങോട്ട് തള്ളിയിടുകയാണ്. സോംബി ബോട്ട്. തമാശ കളിക്കല്ലേ? ഓ ഇത് 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 എന്തെന്നാ ഇത്? അൾട്ടർണൽ കേവിനെ കൊണ്ട് തോച്ചിക്കല്ലോ. എടീ ഇവനെ കേറാൻ സമ്മതിക്കുന്നില്ല. നിനക്ക് സഹായിച്ചതിന് നല്ല കിട്ടുന്നു. നീ എങ്ങോട്ടായി പോന്നേ? എടാ നീ എങ്ങോട്ടായി പോന്നേ? നമ്മുടെ എന്റെ സെറ്റ് കിട്ടിയില്ലല്ലോ. അല്ല എൻപോർട്ടലിന്റെ റൂമിന്റെ എനിക്ക് കിട്ടി. കിട്ടിയാ? എവിടെ വിളിച്ച് പോന്നെ? നീ കേറി വാ. തിരിച്ച് ഞാൻ കേറണ്ട. ഞാൻ തെറ്റിയതടാ അമ്മച്ചേ. റൂമ് ആർമാരിൽ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും തിരിച്ചതായിരുന്നു. നിനക്കില്ലേ? ഇതെന്ത് വലിയ സ്ട്രക്ചറാടാ, കിട്ടുന്നില്ലല്ലോ. എന്നെയും ഭൂതം പിടിച്ചോണ്ട് പോവോ? എന്താടാ ഇതിങ്ങനെ ലൂപ്പായിക്കൊണ്ടിരിക്കുന്നേ? എന്ത് സാധനം? നിന്നെയും പിടിച്ചല്ലേ? എന്നെയും പിടിച്ചു. ശരിക്കും എനിക്ക് ഇഷ്ടമായി.
ഇത് എവിടെയാ നിനക്ക് കിട്ടിയോടാ റൂം? എന്തായാലും നിന്നോടാൻ പറയും. കാരണം പറയാണ്ടിരുന്നാലേ എനിക്ക് പോകാൻ പറ്റില്ല. ഇല്ലേ പറയില്ലേ? എവിടെടാ ഈ റൂം പണ്ടാരോ? മറച്ചു വെച്ചേക്കുന്നു. കിട്ടുന്നില്ല കേട്ടോ റൂം. കിട്ടുന്നില്ല. കിട്ടിയാ? ജീവിതകാലം കിട്ടൂല. എന്താ കിട്ടിയാ? വരുന്നു. എന്താടാ ഈ സോംബികളുടെ അഭിഷേകമോ? Oh my god, what is this thing? This is huge. Tiny and huge. നീ എവിടെ? ചോദിച്ചാണ് വിളിച്ചത്. നീ ഇരിക്കാതെ എണീക്ക്. ഞാൻ ബാക്ക് അടിച്ചാൽ പോവേ. ഇതെന്തുവാടാ സാധനം? ഇവിടെ എന്താടാ രണ്ട് ആൾക്കാർക്ക് കാര്യം? അവരെന്തെങ്കിലും ആവട്ടെ. നീ ഇതിനെ കണ്ടോ? ഇതായിരുന്നു ചെറിയ വിശേഷം അല്ലല്ലോ. ബെഡാടാ. ബെഡ് എത്തിയാ? ബെഡ് റീസ്പോൺ വെച്ചിട്ട് പിന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. ബെഡ് ഫോർ. അപ്പൊ നമുക്ക് വെക്കാം. ബെഡ് സൂക്ഷിച്ചിട്ട് വേണം. അപ്പൊ നീ ഇവിടെ നിക്ക്. അപ്പൊ ഗൈസ് നമ്മളിവിടെ പോർട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇനി ബാക്കി എന്തോ നോക്കാം. ഇതെന്താ ഒരു ആനിമേഷൻ? എനിക്കൊരു കീ ചെയിൻ കിട്ടിയില്ല കേട്ടോ, ഒരു മാല. എടുത്ത് ചാടിക്കോ. ചാടിക്കോ. ഓമ്പോ എന്ത്രപ്പല്ലെന്ന തിരിച്ച് പട്ടി. എന്താ ആ എൻഡർമാൻ എന്ത് ചെയ്ത്? നിനക്കറിഞ്ഞൂടാ നീ എന്താ ചെയ്തെന്ന്? എന്റെ ആർമർ തോന്നിച്ചിട്ടില്ലല്ലോ. എൻ്റർടാകാൻ നിന്റെ അന്നത്തെ പേടി സ്വപ്നം അന്നത്തോടെ നീ തീരാൻ പോവുക. അപ്പൊ നമുക്ക് ഹൈ ടിക്കറ്റിനുള്ള ഇത് കിട്ടി കേട്ടോ. അല്ല നമുക്ക് ഹൈ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞതാ. എന്റെ ഷോ കാണാൻ കൊല്ലം നല്ല പാടുണ്ട് തോന്നേ. ഇതിനെ പിന്നെ സഹിക്കാം. ഇതിന്റെ പോയിസൺ അത് കാരണം അതിന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇതിനെ തല്ലിക്കൊള്ളുന്നത്. ഇവിടെ നാമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് വെറുതെ കിടന്ന് എന്നെ തല്ലാൻ നിന്ന കൊന്നു സോറി. എടാ ഈ എന്റർടൈനൊന്നും സമ്മതിക്കുന്നില്ലടാ എന്നെ. ഞാൻ ക്രിസ്റ്റൽ എല്ലാം പൊട്ടിച്ചേരാം. ക്രിസ്റ്റലിന്റെ അല്ലടാ, പിന്നെ ഈ എന്റർടൈൻ ഇല്ല, ഇവര് സമ്മതിക്കുന്നില്ല. എൻഡർ മാനാണോ? യാ ഈ പ്രാവശ്യം എനിക്ക് പണ്ടത്തെ പോലെ കൊല്ലാൻ പറ്റുമെന്ന് അറിഞ്ഞു നോക്കാം.
ഈ പോയിസനെ പറ്റില്ല ഉം. നല്ലോണം കൂട്ടിയേക്ക്. എടാ കഴിഞ്ഞ നേരത്തെ പിടിച്ചതാണ് പിന്നെയും പിടിച്ചിട്ട് കണങ്ങാൻ പറ്റുന്നില്ല. ഓ കണങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ എന്തെങ്കിലും സ്പോൺ ആയിക്കോടാ. എൻ്റെ അടുത്തൊന്നും സ്പോൺ ആയിട്ടില്ല. എൻ്റെ അടുത്ത് ബ്ലോക്കുകളില്ല. നീ തീർന്നടാ വൃത്തികെട്ട ഡ്രാഗനെ. എനിക്ക് അനങ്ങാൻ ജീവൻ കിട്ടിയടാ പന്ന. എടാ പന്ന പട്ടി കൊറേ നേരെ നിന്നെങ്കിലും സഹിക്കാൻ തുടങ്ങിട്ട് അവന്റെ പോയിസന്റെ അമ്മേന്റെ നീ ചിരിക്കണ്ട, നിനക്ക് ഞാൻ സഹായിച്ചു തരുന്ന അത് നീ മറക്കരുത്. നീ സഹായിക്കണ്ട, ഞാൻ തട്ടിക്കോളൂ. പിന്നെ നീ മോളിൽ പോയത് പൊട്ടിക്കാട്ടാ. നിന്റെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടോ? ഇല്ല മറ്റു എന്തായാലും ഉണ്ടായിരുന്ന ബാക്കറ്റ് പോലെ. എന്താടാ എന്നെ ചുറ്റടിക്കുന്നത്? അത് തന്നെയല്ലേ കുഴപ്പം. ഇതിലൊന്നും ഒന്നും ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, വെറുതെ. ഇതെന്തൊരു സാധനം? എനിക്ക് തന്നെ ഡ്രാഗനെ കൂട്ടിയിടേണ്ട സാധനമായിരിക്കും. നീ മറ്റേ ഇത് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതിനെനിക്ക് ഇത് വേണ്ടടാ. പോയിക്കാനെ ഇതിനെ കൊല്ലാൻ പറ്റുള്ളൂ. നൈരന്റെ താഴെ വന്നിരിക്കണം, കറങ്ങി കിടക്കുന്നു. ജീവൻ കൂട്ടാൻ വേണ്ടി നല്ലോണം കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. വന്നിരുന്നല്ലോ. കാണിച്ചോ. വാ. എന്നെ തല്ലല്ല പറഞ്ഞേ. എടേ ഇത് ഇരിക്കുന്നില്ലടാ. നിന്നെ പേടിയാടാ അതിന്. എടാ ഇത് ചുറ്റി കളിക്കണം. എന്റെ പൊന്നി ഡ്രാഗൺ കുട്ടി നല്ലോണം പറയും. മര്യാദയ്ക്ക് വന്നിരിക്കും. എൻ്റെ കയ്യിൽ അമ്പൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വിചിത്ര ചെയ്യുന്നുണ്ട്. എവിടം വരെ പോയി കളിച്ചാലും ശരി, ഞാൻ നിന്നെ കൊല്ലും. പോയിസൺ. എടാ ഇവിടെ വേറെന്തോ ഈ സാധനം കൂടി തോന്നാ. അങ്ങനെ തോന്നുന്നു എനിക്ക്. നീ അത് ഫുള്ള് പൊട്ടിച്ചാ? പെട്ടെന്ന് പൊട്ടിക്കുക. അത് പൊട്ടാത്തോണ്ട് എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല. ഇനി ഒരു വരുത്തും കൂടെ അല്ലേ വേണ്ടുള്ളൂ അതിന്. നീ കൊല്ലാനതിന് പോരാ. ഇതിന്റെ പോയിസൺ എഫക്ട് കാരണം കടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വലിയ ഷോ നടക്കുന്നുണ്ട്, നമ്മൾ കാണുകയാണ് ഷോ. നീ എന്തൊക്കെ ചെയ്താലും ശരി എന്നെ നിനക്ക് കൊല്ലാൻ പറ്റില്ല. ധൈര്യം ഇറങ്ങി വേടാ താഴെ. നീ പോയെ ഞാൻ കൊല്ലോളൂ. ശരി ആയിക്കോട്ടെ. ഇറങ്ങി വാടാ പിക്കപ്പണ്ടി. ഈ ഡ്രാഗന് കുറച്ച് ബുദ്ധി കൂടുതല. കോർക്കാസ്റ്റിലെ പോലെ ബുദ്ധിയില്ലാത്ത ഡ്രാഗൻ അല്ല ഇത്. നമുക്ക് ഷോ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നിരഞ്ജനൻ ഡ്രാഗനായിട്ടുള്ള അടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഡ്രാഗനെ കൊല്ലും, ഞാന് പണിയെടുക്കൂ. എന്തവസ്ഥ. ഞാൻ അങ്ങോട്ട് പോയെ ഡ്രാഗനൊക്കെ എടുക്കണം പോയത്. അങ്ങനെ നീ തിരിച്ചു വാ.
think it's part of the game. I like player. I will. പഠിക്കാം ഗായ്സ്. അങ്ങനെ നമ്മുടെ ഈ മോഡ് അവസാനിച്ചിരിക്കുന്നു. എന്തുവാടാ നീ എവിടെ? തിരിച്ചോ എൻ്റെ അടുത്തേക്ക് ടെലിപ്പോർട്ടാവും. യെസ് വരുന്നു. ആ വീട്ടിലേക്ക് പോവാ. ലുക്ക് മാൻ ലുക്ക് ലുക്ക്. ഇതിന് ഇത്രയും കാലം എന്തെങ്കിലും പറ്റുമെന്നും വിചാരിച്ച് ഞാൻ ഇതിനെ കൂട്ടിയില്ല. സ്പൈക്ക് 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 സ്പൈക്ക്. സോറി സ്പൈക്ക്. നീ എന്തായാലും ഇവിടെ ഇരുന്ന ചാവും. അതുകൊണ്ട് ഞാൻ കൊല്ലാൻ പോവുകയാണ്. എന്നാ കൊല്ലട്ടാടാ. കൊല്ലണ്ട തിന്നണത്. അതിന്റെ വാ കുത്തി നിറച്ചതിനെ കൊല്ലും തോന്നും. അപ്പൊ നമ്മുടെ ഈ ഒരു ഇഞ്ചുകളുടെ വ്യത്യാസം. അപ്പൊ നമ്മുടെ ഈ ഒരു മോഡ് ഇവിടെ അവസാനിച്ചു. മുകളിലേക്ക് നമുക്ക് ടെലിപ്പോർട്ട് ആവാൻ പറ്റാത്ത മുകളിലേക്ക് എന്താ ടെലിപ്പോർട്ട് ആവാൻ പറ്റാത്ത കണ്ടോ? ചാടിക്ക്. കല്ല് വെക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇനിയൊന്നറി ഇപ്പൊ പോകുന്നുണ്ട്. എന്ത് ആർക്കറിയാം, ചിലപ്പോ അടുത്തായിരിക്കും. എടാ നമുക്ക് ബോസ്റ്റനോടുള്ള ഫൈറ്റ് നടത്തിയാലോ? Yes. Come on, let's go. Where is the ghost? By the way. ഇപ്പൊ ഗോസ്റ്റ് ഒന്നും വരൂല്ല. എന്റേതായ തട്ടറിയാങ്ങിട്ട് നീ ഇവരൊക്കെ എന്ത്. നമ്മൾ 21 ദിവസമായിട്ടുള്ളു കളി തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ചലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്ക് ചലഞ്ച് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ വില്ലേജെന്നത്തോടെ ഞങ്ങൾ സമ്മതിക്കൂലടാ. അപ്പം നമ്മുടെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഞാനത് പറയാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് വിട്ടുപോയി. അതാണ് ഞാൻ ഇങ്ങനെ എടുത്തു ഇതാക്കിയത്. നമ്മുടെ എപ്പിസോഡ് ഈ മോഡിൻ്റെ കഴിഞ്ഞു, ഫിനിഷായി. എപ്പിസോഡല്ല, വീഡിയോയെ കഴിഞ്ഞു. പക്ഷേ ഈ വീഡിയോ ഏകദേശം 2 മണിക്കൂറിൻ്റെ ലെങ്ത് ഉണ്ടാവും ഞാൻ നോക്കിയിട്ട്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാണ്ട് വേറെ പറയാനായിട്ടൊന്നും ഇല്ല. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ടാറ്റാ ബൈ ബൈ.